ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മനസ്സിലായിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. പലരും പറഞ്ഞ് കേൾക്കുന്നൊരു കാര്യമാണത്. എഡ്യൂടോക്കിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ശീലിക്കേണ്ട പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് ലാസ്റ്റ് 3 to 5 ഇയേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫിൽറ്റർ ചെയ്ത് അതിനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്ന ഏത് സിലബസ് ആയിക്കോട്ടെ, അതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പോർഷൻസ് ഏതാണെന്ന് ഫിൽറ്റർ ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. റിപ്പീറ്റഡ്ലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ഏരിയ ആണെന്ന് ഫിൽറ്റർ ചെയ്ത് അത് വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന എല്ലാ പോർഷൻസിനകത്തുനിന്നും കീവേഡ്സ് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഈ കീവേഡ്സ് വെച്ചിട്ടായിരിക്കും ഇവാലുവേറ്റേഴ്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആൻസേഴ്സിനകത്തും ഈ കീ പോയിൻറ്റ്സ് നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം എടുത്തു പറയട്ടെ. നിങ്ങൾ CBSEയിൽ 9ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഈ വർഷം മുതൽ CBSE എക്സാം പാറ്റേണിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് CBSE എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വരും വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ എഡ്യൂക്കേഷണൽ ഗൈഡൻസ് മുന്നോട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളെ ഫോളോ ചെയ്യുക.